ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 62 ലക്ഷം പേർക്ക് 3 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ പിണറായി സർക്കാർ തീരുമാനിച്ചു. ഒരു മാസത്തെ പെൻഷനായി 900 കോടി രൂപ വേണം. അങ്ങനെ വരുമ്പോൾ 3 മാസത്തെ പെൻഷൻ നൽകാൻ 2700 കോടി രൂപ വേണം. ഇതിനു വേണ്ടിയാണ് 3000 കോടി കടമെടുത്തത്. ഓണക്കാലത്ത് ക്ഷേമ പെൻഷൻ നൽകി സർക്കാരിൻ്റെ പ്രതിച്ഛായ ഉയർത്താനാണ് നീക്കം. പെൻഷനിൽ വീഴ്ചയുണ്ടാകരുതെന്ന് CPM സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഈ ആഴ്ച 1 മാസത്തെ പെൻഷനും കുടിശ്ശികയുമുള്ള 5 മാസത്തെ പെൻഷനിൽ 2 മാസത്തെയും നൽകാനാണ് ആലോചിക്കുന്നത്. ഈ മാസത്തെ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കി. നാളെയോ മറ്റന്നാളോ വിതരണം ആരംഭിക്കും. അടുത്ത മാസം 2 ഗഡു പെൻഷനായ 3200 രൂപയും നൽകും. ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് 4800 രൂപ വീതം ലഭിക്കും. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ടും പെൻഷൻ എത്തിക്കും. എന്നാൽ ഈ പെൻഷൻ വിതരണം ഖജനാവിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പളത്തിന് പുറമെ ബോണസ് ഉൾപ്പെടെ നൽകേണ്ടി വരും. ഇതിനൊപ്പം മറ്റ് ചെലവുകളും. ഇതും ക്ഷേമ പെൻഷൻ വിതരണവും എല്ലാം കൂടിയാകുമ്പോൾ ഖജനാവിലെ പ്രതിസന്ധി അതിരൂക്ഷമാകും. ഇപ്പോൾ 3000 കോടി കടമെടുത്തതോടെ വായ്പാ പരിധി തീരുകയാണ്. ശേഷിക്കുന്ന വെറും 700 കോടി മാത്രമാണ്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതും അനുവദിക്കാവുന്നതും കേരളത്തിന് അർഹതയുള്ളതുമായ പണം കിട്ടിയാൽ ഓണക്കാല പ്രതിസന്ധി തരണം ചെയ്യാം. കേന്ദ്രത്തിൽ നിന്ന് വിവിധ പദ്ധതികളുടെയും ഗ്രാൻറ്റുകളുടെയും വിഹിതത്തിൽ 3900 കോടിയോളം കിട്ടാനുണ്ട്. വായ്പാ പരിധിയിൽ 5710 കോടിയുടെ അന്യായമായ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ടെന്നാണ് സംസ്ഥാനത്തിൻ്റെ കണക്ക്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണത്തിന് സർക്കാർ ആഘോഷങ്ങൾ ഒഴിവാക്കിയെങ്കിലും ശമ്പളവും ബോണസും ഉത്സവബത്തയും ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകാനും വിപണി ഇടപെടലിനും പണം കണ്ടെത്തണം. അതിന് കണ്ടെത്തിയേ പറ്റൂ. ഓണം സെപ്റ്റംബറിൽ പകുതിയായതിനാൽ ശമ്പളം അഡ്വാൻസ് നൽകേണ്ടി വരില്ല. പക്ഷേ വിവിധ മേഖലകളിലെ കുടിശ്ശികകളിൽ നല്ലൊരു ഭാഗം കൊടുത്താൽ അങ്ങനെ കൊടുക്കാൻ 2000 കോടിയെങ്കിലും വേണം. ഇങ്ങനെ കടമെടുത്ത് എത്ര നാൾ മുന്നോട്ട് പോകും? കടമെടുപ്പാണെങ്കിലും ദൂരത്തിന് ഒരു കുറവുമില്ല. ഇപ്പോൾ തന്നെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് IASകാർ വിദേശത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് IASകാർ അങ്ങോട്ട് ചെന്നെങ്കിലേ അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരികയുള്ളൂ. ആളുകളെ പറ്റിക്കാൻ എന്തെല്ലാം മുടന്ന ന്യായങ്ങളാണ് വിളമ്പുന്നത്. കഷ്ടമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ?